ഗുരുവായൂർ ഡയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ 2026 ഡയറി ദേവസ്ഥൻ്റെ വക ഡയറിയാണ്. ഗുരുവായൂർ ദേവസ്വം ഡയറി 2026. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഡയറി മേടിച്ചോണം. കൃഷ്ണൻ്റെ ഓരോ പേജിനും പ്രത്യേകത ഉണ്ട്. നമുക്ക് ഓരോ ഇത് തുറക്കുമ്പോൾ കൃഷ്ണനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതന്നെ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ. ഡയറിയിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പോകുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കൃഷ്ണനെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൃഷ്ണനെയാണല്ലോ. ഓരോ ദിവസത്തെ ഡയറി പേജ് നോക്കുമ്പോഴും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. അതന്നെ നമുക്ക് വീട്ടിലേക്ക് അത് കൊണ്ടുവരുന്നത് തന്നെ ഒരു ഐശ്വര്യമായിരിക്കും. പിന്നെ നമുക്ക് എല്ലാ വിശേഷ ദിവസങ്ങളും എല്ലാ കാര്യങ്ങളും കലണ്ടറുകളും എല്ലാം ഇതിലുണ്ട് ഡയറിയിൽ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷം, ഗുരുവായൂർ അമ്പലം എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്, ഡയറിയിൽ കാണാൻ പറ്റും. ഗുരുവായൂർ ടെമ്പിൾ ടൈമുകൾ, പ്രസാദം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, പാൽപ്പായസം എന്തൊക്കെ പ്രസാദങ്ങളുണ്ട്, പാൽപ്പായസം, നെയ്പായസം, ശർക്കര പായസം, വെള്ള നിവേദ്യം, അപ്പം, അട, അവിൽ, മധുരം, എല്ലാ ഡീറ്റെയിൽസും ഇപ്പം നമുക്ക് ഈ ഒരു ഡയറി മേടിച്ചതിൽ നിന്ന് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഇപ്പം അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഡയറി ഒന്ന് മേടിച്ചാൽ മതി. ഡയറിക്ക് 200 രൂപയുള്ള ഒരു ഡയറിക്ക്. അപ്പോൾ ഡയറി എല്ലാവരും മേടിക്കുക. അപ്പോൾ നമ്മൾ വിശേഷ ദിവസങ്ങളും നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഡയറിയിലുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തൊരു സന്തോഷം എന്തെന്നറിയോ, നമ്മൾ ഈ ഡയറി എടുത്തിട്ട് നമ്മൾ ഓരോ പേജ് മറിക്കുമ്പോൾ അയ്യോ നമ്മുടെ ഗുരുവായൂരപ്പനോട് ഉണ്ടാവും. കൃഷ്ണൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കതിൽ എഴുതാനും ആ ഡയറി നോക്കാനും നമുക്ക് ഓരോരോ പേജ് മറിക്കുമ്പോൾ കൃഷ്ണൻ്റെ ഓരോരോ ഫോട്ടോകളാണ് ഡയറിയിലിട്ടാൽ. വളരെ ഭംഗിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഈ ഡയറി മേടിക്കുക. എന്തിനും നമ്മൾ ഡയറി മേടിക്കണം. അപ്പോൾ എല്ലാവരും ഡയറി എഴുതാത്ത ആൾക്കാരില്ല, അധികം പേര് ഇപ്പോൾ ഡയറി എഴുതുന്നവരാണ്. അപ്പോൾ നമുക്ക് മാസം ഡയറി മേടിക്കണം. വർഷം എല്ലാവരും ഡയറി മേടിക്കും. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഡയറി മേടിക്കുക. ഗുരുവായൂരപ്പൻ്റെ ഡയറി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ കാണുകയും ചെയ്യാം, നമ്മുടെ എഴുത്ത് നടക്കുകയും ചെയ്തു. പിന്നെ അതല്ല, മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമുക്കിതിൽ എഴുതുമ്പോൾ ഇങ്ങനൊരു സന്തോഷം ഉണ്ടാവും. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും ഡയറി മേടിച്ച് കഴിയുമ്പോൾ. അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നമുക്ക് ഡയറി മേടിക്കാം. ഓരോ ദിവസവും കണ്ണനെ കാണുമ്പോഴുള്ള ഓരോ ദിവസത്തെ സന്തോഷം നമുക്കുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഡയറി മേടിക്കുക ഗുരുവായൂരിൽ. ഞാൻ മേടിച്ചു വിട്ടു ഗുരുവായൂർ ഡയറി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിമോൾക്ക് ഒരു ഡയറി കൊടുത്തയക്കണം. ഗുരുവായൂരപ്പൻ്റെ ഡയറി കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് മനസ്സിലെന്നറിയോ. അപ്പോൾ അത് കാരണം എല്ലാവരും ഡയറി മേടിക്കുക. ഡയറി മേടിക്കുമ്പോൾ കൃഷ്ണനെ കാണാനും നമുക്ക് നേരം കൃഷ്ണൻ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഉണ്ണിക്കണ്ണനെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഈ ഡയറി മേടിക്കുക. നമ്മൾ ഏതെങ്കിലും ഡയറി മേടിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. കണ്ണൻ്റെ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡയറി ഉണ്ണിക്കണ്ണനിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നും വേണ്ട, ഡയറി എടുത്താൽ നമുക്ക് കണ്ണനെ കാണാം. അതന്നെയല്ലേ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം. കണ്ണനെ എന്നും കാണാൻ കഴിയണത് ഒരു ഭാഗ്യമാണ് കേട്ടോ. ഞാൻ 10-25 കൊല്ലം കണ്ണനൊന്നും കണ്ടിട്ടൊന്നുമല്ല ജീവിച്ചത്. എനിക്ക് ബാംഗ്ലൂരായിരുന്നു, എനിക്ക് കാണാനേ പറ്റിയിരുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇപ്പം ഞാനൊരു 6-7 മാസമായിട്ട് ഗുരുവായൂരപ്പനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദിവസം ശീബയിലേക്ക് പോകാനും ദിവസം പ്രാദേശികം തൊഴാനും അതൊക്കെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കണ്ണൻ എല്ലാം മുന്നേ തീരുമാനിച്ചിരിക്കണം. നമ്മൾ വിചാരിക്കണമെന്നല്ലല്ലോ. നമ്മുടെ ജീവിതം എല്ലാം ദൈവം മുന്നേ നമ്മൾ ജനിക്കുമ്പോഴേ എല്ലാം എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ എത്ര സത്യമുള്ള കാര്യമെന്നറിയോ. അപ്പോൾ ദൈവം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു നമ്മളിവിടെ വരുമെന്നും കൃഷ്ണൻ്റെ ദിവസം തൊഴുമെന്നൊക്കെ. ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ കഴിയും, ദിവസം കണ്ണനെ കാണാൻ കഴിയും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരു നേരം പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് എനിക്ക് ഗുരുവായൂരപ്പനെ കാണാം, ഗുരുവായൂർ ചോറുണ്ടെന്ന് എനിക്ക് വീട്ടിലൊരു നേരം ചോറുണ്ടായാലും വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കിടക്കാൻ വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ള ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏത് നേരം പോയാലും 3 നേരം ഭക്ഷണം ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല എല്ലാ ഭക്തർക്കും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതിൽ വലിയ സന്തോഷം നമുക്ക് എന്ത് വേണം? അതാണ് ഗുരുവായൂർ മണ്ണിൽ ചവിട്ടിയാൽ മതി നമ്മൾ ചെയ്ത പാവങ്ങളും ദോഷങ്ങളൊക്കെ തീരാനിട്ടാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വരിക, ഗുരുവായൂരപ്പനെ കാണുക, കൃഷ്ണനെ കാണുക. കൃഷ്ണൻ എന്നങ്ങോട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് എന്തെന്നറിയില്ല ഒരു സന്തോഷമാണ് വരുന്നത്. ഒരു കണ്ണിൽ നിന്ന് കണ്ണീര് വരും. ഒരു ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോണ്ട് എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ എത്ര ദിവസം അത് പറഞ്ഞില്ല. ഒരു കുട്ടി 4 വയസ്സുള്ള കുട്ടി ഒരു മുണ്ട് എടുത്തിട്ടുണ്ട്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നിട്ട് നമ്മുടെ എന്താ പറയുക ആനേനെ കിട്ടില്ല ആ സൈഡിൽ വെച്ചിട്ടാണ് കണ്ടത്. പിന്നെ ഞാൻ ആ കുട്ടി പിന്നിൽ ഇല്ല. പക്ഷേ ആ കുട്ടി എനിക്കൊരു സാധനം തന്നിട്ട് പോയി, അറിയോ. ഞാൻ ആരോടും പറയണില്ല കേട്ടോ അത്. അങ്ങനെ ആ കുട്ടി എനിക്ക് ഒരു സാധനം അവിടെ വെച്ചിട്ട് പോയി. ഞാനത് എടുത്തു, നോക്കുമ്പോൾ ആളെ കാണാനുമില്ല.
പക്ഷെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനമായിരുന്നു അത്. ഞാനവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ എന്നാ സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും കൃഷ്ണന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ കൃഷ്ണൻ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃഷ്ണനെ തൊഴുവാനാണെങ്കിലും അതെ, കൃഷ്ണൻ്റെ പ്രസാദമാണെങ്കിലും അതെ, പായസമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വിളിച്ച് എനിക്ക് തരുക എല്ലാവരും. അതെന്തോ ഒരു ഭക്തി എന്നിലേക്ക് കൃഷ്ണൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതാണ് പറയുന്നത്, ഒരുപാട് നമ്മൾ കരഞ്ഞ് തളർന്ന് വിഷമിച്ചിരുന്നപ്പോൾ കണ്ണൻ കൈ നീട്ടി ഒരു കൈ എനിക്ക് തന്നു. ആ കൈയാണ് കണ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കൈ. ആ കൈ പിടിച്ചപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം സഹിച്ചാലും എല്ലാം സഹിച്ച് ലാസ്റ്റ് കണ്ണൻ എനിക്ക് തന്ന ഈ സൗഭാഗ്യം തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ഗുരുവായൂരിലെ ഡയറി മേടിക്കണം കേട്ടോ. നമ്മളെ കണ്ണനെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാലോ, നമുക്ക് കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. എന്തൊരു ഐശ്വര്യമുള്ള കണ്ണനാണെന്നറിയോ. ഇത് കണ്ടാൽ മതിയില്ലേ, പിന്നെ എന്ത് വേണം നമുക്ക്. ഈ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കൊണ്ട് മതിമറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ണിക്കണ്ണനെ കേട്ടോ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഉണ്ണിക്കണ്ണനെ. എന്നും കണ്ണനെ കാണാൻ പറ്റുന്നുണ്ട്. കാണാനും കണ്ണൻ്റെ അടുത്ത് പോകാനും ഉള്ള ഭാഗ്യം എനിക്ക് ഈ ഉണ്ണി തന്നതാണ് കേട്ടോ. എൻ്റെ പൊന്നുണ്ണി തന്ന കുറൂരമ്മയായ മതിയിരുന്നു തോന്നിയപ്പോൾ. ഈ ഉണ്ണീനെ സ്നേഹിക്കാമായിരുന്നല്ലോ. എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കും എപ്പോഴും ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ആൺകുട്ടി തന്നല്ലോ എന്ന്. ആരാന്നറിയോ? കണ്ണനിന് പിന്നെ മോനായിട്ടുള്ളത്. കണ്ണൻ്റെ അമ്മയാവളെ യോഗമൊന്നും വിദ്യയൊന്നും എനിക്കില്ല കണ്ണാ. അതിനൊക്കെ എനിക്ക് കഴിയില്ലല്ലോ. അതിനൊക്കെ എത്ര നല്ല നല്ല അമ്മമാരുണ്ട്. നമുക്കതിനുള്ള യോഗം വിധിയൊന്നും ഇല്ല. കണ്ണൻ്റെ അമ്മയായ യശോദയ്ക്കും അവർക്കല്ലേ കഴിയുള്ളൂ. സാരില്ല, കണ്ണൻ്റെ അമ്മയെന്ന് അഹംഭാവത്തോടെ